മക്കളെ, ഹൗ ആർ യു? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വായിച്ചു നോക്കിയോ? അതോ അതെല്ലാം മറന്നുപോയോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോട്ടീൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പ്രോട്ടീൻസ് നിങ്ങൾക്ക് അറിയാലോ, എന്താണ് പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് പ്രോട്ടീൻസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രോട്ടീന്റെ ക്ലാസിഫിക്കേഷനാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർമ്മ വരുന്നെന്ന് തോന്നുന്നു അല്ലെ? അതിൽ ആൽഫ, ബീറ്റ, ഗാമ ഒക്കെ നമ്മൾ അമിനോ ആസിഡ്. പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ്. ഐ ഫോർഗോട്ട് ടു ടെൽ യു. പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ്, ആൽഫ അമിനോ ആസിഡുകളാണ് നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെന്താ നമ്മൾ പറഞ്ഞിരിക്കുന്ന അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ഒക്കെ പറഞ്ഞു അല്ലെ? സോ ഓൺ അങ്ങനെ പോവുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് പറഞ്ഞു. അതായത് ഡയറ്റിലൂടെ കിട്ടുന്നത് എന്താ പറയുക, എസെൻഷ്യലും ബോഡി തന്നെ ഉണ്ടാക്കുന്നത് നോൺ എസെൻഷ്യലും ഒക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളടുത്ത് കാണിച്ചത് ഇതൊക്കെയല്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓൺ അതർ ഹാൻഡ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി നെയിംഡ് ആസ് നോൺ എസെൻഷ്യൽ, ഇറ്റ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി നോൺ ആസ് എന്താ പറയുക, body synthesis. It can be synthesized in the body known as non-essential. It cannot be synthesized in the body known as essential, like that. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ അമിനോ ആസിഡ്സ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്താണ് ഇത് കേട്ടോ. NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്താണ് ഇത്. നമുക്ക് ജസ്റ്റ് അമിനോ ആസിഡുകൾ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അമിനോ ആസിഡ്സുകൾക്ക് ഒരു 3 ലെറ്റർ കോഡ് ഉണ്ട്, അമിനോ ആസിഡ്സിന് ഒരു 1 ലെറ്റർ കോഡ് ഉണ്ട്. അപ്പൊ 3 ലെറ്റർ കോഡിലെ ഫസ്റ്റ് ലെറ്ററുമായിട്ട് നിങ്ങൾ മാച്ചാക്കാൻ നിൽക്കുമൊന്നും വേണ്ട. അത് ചില സമയത്ത് മാച്ച് ആവില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടെ H എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ദൈവമേ ഇനി ആരും വിചാരിക്കല്ലേ H ഒരു അമിനോ ആസിഡ് ആണെന്ന്. അപ്പൊ ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഏതാണ്? ഗ്ലൈസിൻ പറഞ്ഞ അമിനോ ആസിഡ് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്സ്. ഓക്കെ, ലെറ്റ് മീ ഡ്രോ ദ സ്ട്രക്ചർ. ഗ്ലൈസിൻ പറഞ്ഞ അമിനോ ആസിഡ്സ് ഇതിലേക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഗ്ലൈസിൻ. ഇതാണ് ഗ്ലൈസിൻ. പിടികിട്ടിയോ? ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസിൻ ഇതാണ്. എല്ലാ അമിനോ ആസിഡ്സിലും കാണുന്ന കോമൺ പോർഷൻ ഞാൻ കാണിച്ചു തരാം, എക്സെപ്റ്റ് ലാസ്റ്റ് പ്രൊലൈൻ കേട്ടോ. എല്ലാത്തിലും കാണുന്ന ഒരു കോമൺ പോർഷൻ ഇതാണ്. ഇങ്ങനെ ഇതാണ്, ഇങ്ങനെ ഈ ബോക്സിൽ വെച്ചിരിക്കുന്നതാണ് കോമൺ പോർഷൻ കേട്ടോ. ഇവിടെ ഒരു H വന്നാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നുണ്ട്? ഇറ്റ് ഈസ് കോൾഡ് ഗ്ലൈസിൻ. കണ്ടോ? ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ അമിനോ ആസിഡ്സ് കണ്ടോ? അവിടെ ഒരു H എന്നല്ലേ എഴുതിയിരിക്കുന്നത്. സംഭവം പിടികിട്ടിയോ? അല്ലാതെ H എന്ന് എഴുതിയ അമിനോ ആസിഡ് എന്നൊന്നും ആരും വിചാരിക്കല്ലേ. H മാത്രമുള്ള അമിനോ ആസിഡ് ഒന്നും ഇല്ല കേട്ടോ. ഹൈഡ്രജൻ ആറ്റം ആണ് H എന്ന് എഴുതിയാല്. അപ്പൊ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്സിന്റെ അവിടെ H എന്ന് എഴുതാൻ കാരണം എന്താണ്? എല്ലാ അമിനോ ആസിഡ്സിനകത്തും, അതായത് പ്രൊലൈൻ ഒഴിച്ച് ബാക്കി എല്ലാ അമിനോ ആസിഡ്സിനകത്തും എന്ത് കാണുന്നുണ്ട്? ഈ ഒരു പോർഷൻ കോമൺ ആയിട്ടുണ്ടാവും. ഇനി ഈ രണ്ടാമത്തെ കാർബണയിലേക്ക്, ഈ ആൽഫ കാർബണയിലേക്ക് H ആണ് വെച്ച് കൊടുക്കുന്നെങ്കിൽ അതെന്തായിട്ട് മാറും? ഗ്ലൈസിൻ ആവും. ഇനി CH3 ആണ് വെച്ച് കൊടുക്കുന്നെങ്കിൽ എന്തായിട്ട് മാറുന്നുണ്ട്? ഇറ്റ് ഈസ് അലാനിൻ ആവും അല്ലേ? ദെൻ CH3 ട്വൈസ് CH ആണ്, അതായത് ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് വെച്ച് കൊടുക്കുന്നെങ്കിൽ അത് വലൈൻ ആവും. സമയം പിടികിട്ടിയോ? മനസ്സിലായോ? അല്ലെ? ഇവിടെ ഒരു H വെച്ച് കൊടുക്കുന്നെങ്കിൽ ഗ്ലൈസിൻ ആകും. ഇവിടെ ഒരു CH3 വെച്ച് കൊടുക്കുന്നെങ്കിൽ അത് അലാനിൻ ആകും. ദെൻ അവിടെ ഒരു ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് വെച്ച് കൊടുക്കുന്നെങ്കിൽ എന്ത് വന്നിട്ടുണ്ട്? യു വിൽ ഗെറ്റ് വലൈൻ ആകും, ലൈക്ക് ദാറ്റ്. അങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സംഭവം പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാ അമിനോ ആസിഡ്സിനകത്തും കാണുന്ന കോമൺ പോർഷൻ ഇതാണ്. അവിടെ ഓരോരോ ആറ്റങ്ങൾ അല്ലെ ഗ്രൂപ്പുകൾ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? യു വിൽ ഗെറ്റ് ഡിഫറെന്റ് അമിനോ ആസിഡ്സ്. ഓക്കെ, ദെൻ നമുക്ക് അമിനോ ആസിഡുകളെ ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അല്ലെ? കുറെയൊക്കെ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടല്ലോ. ഇതിൽ ബയോ കുട്ടികൾ ഇത് നേരത്തെ ബയോമോളിക്യൂൾസിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മാത്തമാറ്റിക്സുകാര് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഫസ്റ്റ് ടൈം അല്ലേ പഠിക്കുക. ഓക്കെ മക്കളെ, ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് നമ്മുടെ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് അല്ലെ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ സൈഡ് ചെയിൻ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. 3 ലെറ്റർ സിമ്പൽ കണ്ടോ? GLY എന്നാ വന്നിരിക്കുന്നത്. ഒരു 1 ലെറ്റർ കോഡും കൂടിയുണ്ട്, G ഉണ്ടോ. ഇനി അലാനിൻ രണ്ടാമത്തേത് ഉണ്ടോ. അപ്പൊ ആ കോമൺ പോർഷനിലേക്ക് CH3 വന്നിട്ട് A, വലൈൻ VAL V ഉണ്ടോ. ല്യൂസിൻ LUL, then ഐസോല്യൂസിൻ ILE I. then അതിന്റെയൊക്കെ എന്ത് വന്നിട്ടുണ്ട്? ഫസ്റ്റ് ലെറ്റർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. then ആർജിനിൻ അല്ലെ. അപ്പൊ നമ്മൾ A എക്സ്പെക്ട് ചെയ്യും. ഓൾറെഡി A എവിടെ യൂസ് ചെയ്തു? അലാനിന് യൂസ് ചെയ്തത് കൊണ്ട് ഇനി എന്ത് പറ്റില്ല? നമുക്ക് A യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ലെറ്റർ R എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് തന്നിരിക്കുന്ന ആരാണ്? ലൈസിൻ LYS ഉണ്ടോ. ഓൾറെഡി L നമ്മൾ ല്യൂസിൻ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് K എന്ന് പറഞ്ഞ ലെറ്റർ ആണ് കേട്ടോ മക്കളെ.
കെ ലെറ്റർ ആ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് യൂസ് ചെയ്തിരിക്കുന്നത് കെ എന്ന് പറഞ്ഞ ലെറ്റർ ആണ്. അതേപോലെ തന്നെ ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, എന്താ അതിന്റെ പേരൊക്കെ അങ്ങനെ വരാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടോ, GLUE ലെറ്റർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അസ്പാർട്ടിക് ആസിഡ് ASPD ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഗ്ലൂട്ടാമിൻ, കേട്ടോ പേരുകളൊക്കെ കണ്ടോ. ഒരെണ്ണം ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞത് ഗ്ലൂട്ടാമിക് ആസിഡ് എന്നാ പറഞ്ഞത്, മറ്റേന്റെ പേരെന്താണ്, ഗ്ലൂട്ടാമിൻ GLN ഉണ്ടോ, Q എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത അമിനോ ആസിഡ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത അമിനോ ആസിഡ്സിനകത്ത് ആദ്യം വന്നിരിക്കുന്ന 11ാമത്തെ അമിനോ ആസിഡ് ടെക്സ്റ്റിലുണ്ട് കേട്ടോ മക്കളെ. ടെക്സ്റ്റ് തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. ദെൻ അസ്പരാജിൻ ആണ് തന്നിരിക്കുന്നത് ഉണ്ടോ, ASN, N ആണ് ലെറ്റർ. ട്രിയോണിൻ ഉണ്ടോ, THRT. ദെൻ സിറൈൻ SCR, അത് S ലെറ്റർ ആണ്. ട്രിയോണിനും T തന്നെയാണ്. പിന്നെ സിസ്റ്റീൻ, ഓക്കെ, SEYS C ലെറ്റർ കൊണ്ട്. മെത്തിയോണിൻ MET M കൊണ്ട്. ഫിനൈൽ അലനിൻ PHE എന്താണ് F കൊണ്ട്. ദെൻ ടൈറോസിൻ TYR Y കൊണ്ട്. ദെൻ ട്രിപ്റ്റോഫാൻ എന്താണ് W ലെറ്റർ കൊണ്ട്. ഹിസ്റ്റഡീൻ എന്താണ് H ലെറ്റർ കൊണ്ട്. പ്രൊലൈൻ എന്ന് പറഞ്ഞത് എൻറ്റയർ സ്ട്രക്ചർ ആണ്. ഇതിന് ഇനി വേറെ ലിങ്കേജ് ഒന്നുമില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ബാക്കി പോർഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. ഇവൻ ഇയാൾക്ക് പോലും ഇവിടുന്ന് ലിങ്ക് ഉണ്ട്. ഇതെന്താണ്, എൻറ്റയർ സ്ട്രക്ചർ ആണ് കേട്ടോ. പ്രൊലൈന് മാത്രം ഇതാ സ്ട്രക്ചർ, ഇനി വേറൊരു സ്ട്രക്ചർ ലിങ്കിങ് ഇല്ല. ദിസ് ഇസ് ദ എൻറ്റയർ സ്ട്രക്ചർ ഉണ്ടോ തന്നിരിക്കുന്നത്. സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് ആണ് അവിടെ തന്നിരിക്കുന്നത്. സെക്കൻഡറി അമിനോ, ടെർഷ്യറി അമിനോ ഉണ്ടോ, സെക്കൻഡറി അമിനോ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. സൾഫർ ചേർന്നിട്ട് മെത്തിയോണിനകത്ത് സൾഫർ ഉണ്ട്, സിസ്റ്റീനകത്ത് സൾഫർ ഉണ്ട് അല്ലെ. ഹെട്രോ ആറ്റങ്ങളും വരാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ NH2COH ഗ്രൂപ്പ് കൂടാതെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടുകളാവാം, അല്ലെങ്കിൽ ഹെട്രോ ആറ്റങ്ങൾ ഇതിനകത്ത് വരാം, വേറെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരാം. അതുകൊണ്ട് അതൊന്നും വരില്ല എന്നോർത്ത് ആരും എന്താ പറയുക അമിനോ ആസിഡ് ഇങ്ങനെയേ ഉള്ളൂ എന്നൊന്നും പഠിച്ചു വെക്കണ്ട, അങ്ങനെയും പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതിയ ആൾക്കാർക്ക് ആർക്കും കാർബൺ, നൈട്രജൻ ഒന്നും അല്ലാതെ വേറൊരു ഹെട്രോ ആറ്റം കാണാൻ പറ്റുന്നില്ല. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വന്നിരിക്കുന്നത്, സിസ്റ്റീനകത്ത് തയോ സൾഫർ ആയല്ലോ. SH മീൻസ് തയോ ആൽക്കഹോൾ ആണ്, തയോ സൾഫർ തയോ ആൽക്കഹോൾ ആണ്. പിന്നെ തയോ ഈതർ പോലത്തെ ലിങ്കേജ് ആകണ്ടോ മെത്തിയോണിനകത്ത് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ മക്കളെ. സൾഫർ ഉള്ള അമിനോ ആസിഡുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രൊലൈന്റെ പ്രത്യേകത എന്താണ്, പ്രൊലൈൻ എവിടെയും ലിങ്ക് ഇല്ല. A എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കിന്റെ അടിയിൽ, ആ പിക്ചർ തന്നിരിക്കുന്നതിന്റെ തൊട്ടടിയിൽ A is the entire structure എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി പ്രൊലൈൻ എവിടേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പ്രൊലൈന്റെ എൻറ്റയർ സ്ട്രക്ചർ. ഇത് ഫോൾഡ് ചെയ്യാനും പറ്റില്ല. നമ്മൾ DNA RNA ഒക്കെ പറയുന്ന സമയത്ത് ഫോൾഡബിൾ അല്ല ഈ പ്രൊലൈന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് അല്ലെ, മറ്റേത് സ്റ്റാൻഡിനകത്ത് വെച്ച് ഫോൾഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണ്ടേ. അതുകൊണ്ട് ഫോൾഡബിൾ സ്ട്രക്ചർ അല്ല പ്രൊലൈന്റെ സ്ട്രക്ചർ ഉണ്ട്. ഇവർക്കൊക്കെ എന്തുണ്ട്, ഒരു 3 ലെറ്റർ കോഡും ഉണ്ട്, ഒരു 1 ലെറ്റർ കോഡും ഉണ്ട്. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ലിസ്റ്റിനകത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഒരു 10 എണ്ണം സ്റ്റാർ ഇല്ലാതെയും ഒരു 10 എണ്ണം സ്റ്റാർ ഇട്ടും തന്നിട്ടുണ്ട്. നോക്കൂ, വലൈൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, ആർജിനിൻ, ദെൻ ലൈസിൻ, ദെൻ ത്രിയോണിൻ, മെത്തിയോണിൻ, ഫിനൈൽ അലനിൻ, ദെൻ ട്രിപ്റ്റോഫാൻ, ഹിസ്റ്റഡീൻ. ഇവരൊക്കെ സ്റ്റാർ ഇട്ടും മറ്റവരൊക്കെ സ്റ്റാർ ഇല്ലാതെയാണ്. സ്റ്റാർ ഇട്ടവരൊക്കെ എന്താണ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സും, സ്റ്റാർ ഇല്ലാതെ തന്നിരിക്കുന്നവരൊക്കെ എന്താണ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും. എന്ന് വെച്ചാൽ സ്റ്റാർ ഇട്ടവരൊക്കെ ഡയറ്റിനകത്തൂടെ മാത്രമേ കിട്ടുള്ളൂ, മറ്റേ സ്റ്റാർ ഇല്ലാത്തവരൊക്കെ എന്താണ്, ബോഡി തന്നെത്താനെ ഉണ്ടാക്കുന്നതാണ് അല്ലെ. അപ്പൊ there are 20 നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്സ് ആണ് നമുക്കുള്ളത്. അൽഫ അമിനോ ആസിഡുകളാണുള്ളത്. അതിൽ 10 എണ്ണം ഏതായാലും കറക്റ്റ് നമ്പർ ആണ്, 20 എണ്ണം ഉണ്ട്. അതിനകത്ത് 10 എണ്ണം എന്താണ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സും 10 എണ്ണം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ ഇതൊന്ന് നോക്കി ഇവരുടെ പേരുകളൊക്കെ ഒന്ന് പഠിക്കണം. പറ്റുന്നത് പോലെ 3 ലെറ്റർ കോഡും 1 ലെറ്റർ കോഡും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. 3 ലെറ്റർ കോഡും 1 ലെറ്റർ കോഡും ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. എൻട്രൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ എളുപ്പം ഉണ്ടാവും കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അത് ഇങ്ങനത്തെയൊക്കെ വരാറുള്ളതാണ്. സ്കൂൾ എക്സാമിന് പക്ഷെ ഇത്രയും ഡീപ്പായിട്ടും നമുക്ക് എനിക്ക് തോന്നുന്നില്ല വരും എന്നുള്ളത്. ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ആരൊക്കെയാ എസെൻഷ്യൽ അല്ലെ, ആരൊക്കെയാ നോൺ എസെൻഷ്യൽ, 4 അമിനോ ആസിഡ്സിന്റെ പേരെഴുതാൻ ചോദിച്ചാൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനകത്ത് മെയിൻ കോമൺ പാർട്ട് എന്താണ്, COH, CH, NH2. CH ഓരോ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകളോ വേറെ ആരെങ്കിലും പാർട്ടുകളോ ഒന്ന് ജോയിൻ ചെയ്യുവാണ് അത് വേറൊരു അമിനോ ആസിഡ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ
എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അല്ലെ. ക്ലിയർ ആയെന്ന് തോന്നുന്നു. 3 ലെറ്റർ കോഡും 1 ലെറ്റർ കോഡും ഉണ്ട്. എപ്പോഴും 3 ലെറ്റർ കോഡിന്റെ ഫസ്റ്റ് ലെറ്റർ 1 ലെറ്റർ കോഡിൽ എക്സ്പെക്ട് ചെയ്യണ്ട കേട്ടോ. ഇനി മക്കളെ അമിനോ ആസിഡ്സ് ഇനിയും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ പോലൊരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? അസിഡിക്, ബേസിക്, ന്യൂട്രൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മൾ പറഞ്ഞത് അസിഡിക്, ബേസിക്, ന്യൂട്രൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മ വന്നോ? സോ അമിനോ ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഉണ്ടോ അവരുടെ COHന്റെയും NH2 ഗ്രൂപ്പിന്റെയും എന്താ പറയാ നമ്പർ വെച്ചിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ റിലേറ്റീവ് നമ്പർ കണ്ടോ അമിനോ ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എന്താണ്? അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്സ് ആണ്. അപ്പൊ അതിനകത്ത് COOHന്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? അസിഡിക് അമിനോ ആസിഡും NH2ന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ബേസിക് അമിനോ ആസിഡ്സും. ഓക്കെ, ഇനി അതിന്റെ കോമൺ പാർട്ട് നോക്കിയാൽ മക്കളെ കോമൺ പാർട്ടിനകത്ത് ഒരു COHും ഒരു NH2 ഈക്വൽ നമ്പർ ആണ് അസിഡിക് പാർട്ടും ബേസിക് പാർട്ടും. ഇനി ഗ്ലൈസിനകത്ത് ഉണ്ട് ഒരു H മാത്രം, അലാനിനകത്ത് CH3. ഇതൊക്കെ എന്താണ്? ന്യൂട്രൽ അമിനോ ആസിഡുകളാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോഴത്തേക്ക് ഉണ്ടോ മക്കളെ ഇവിടെ കണ്ടോ NH2 ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലാണ്, നൈട്രജന്റെ ലോൺ പെയർ കൂടും. അപ്പൊ ഇതൊക്കെ എന്താണ്? ബേസിക് അമിനോ ആസിഡ്. ഇത് ഒരു തൊട്ട് താഴത്തെ ലൈസിൻ എന്ന് പറഞ്ഞ ബേസിക് അമിനോ ആസിഡ്. ആ സമയത്ത് ഗ്ലൂട്ടാമിക് ആസിഡ് എന്നും അസ്പാർട്ടിക് ആസിഡ് എന്നും നിങ്ങൾ കണ്ടു. അവരുടെ പ്രത്യേകത എന്താണ്? അതിനകത്ത് COHന്റെ എണ്ണമാണ് NH2 ഗ്രൂപ്പിനെക്കാട്ടിലും കൂടുന്നത്. ചിലത് അമൈഡ് ആയിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. അത് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. അപ്പൊ NH2 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്ത് COHന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് അസിഡിക് അമിനോ ആസിഡ്സും, NH2 കൂടി നിൽക്കുന്നതിന് നൈട്രജൻ കണ്ടെയ്നിങ് പാർട്ട് കൂടുതലാണെങ്കിൽ അത് ബേസിക് അമിനോ ആസിഡ്സും. പിന്നെ എന്താ വന്നിരിക്കുന്നത്? രണ്ടിന്റെയും നമ്പർ ഈക്വൽ ആണെങ്കിൽ അതൊരു ന്യൂട്രൽ അമിനോ ആസിഡുകളും. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി വെച്ചാൽ മതി കേട്ടോ മക്കളെ. റിംഗ് സ്ട്രക്ചർ ഉള്ള ട്രിപ്റ്റോഫാൻ റിംഗ് ആണ്, ഹിസ്റ്റഡീൻ റിംഗ് ആണ്, പ്രൊലൈൻ റിംഗ് ആണ്. ഒരു ട്രിപ്റ്റോഫാനും ഹിസ്റ്റഡീനും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കാണിച്ചെന്ന കോമൺ പോർഷനിലേക്ക് ലിങ്ക് ചെയ്യും. പക്ഷെ പ്രൊലൈൻ എന്ന് പറയുന്ന സംഭവം എന്താണ്? ഇത് എൻറ്റയർ സ്ട്രക്ചർ ആണ്, അത് മാറുന്നില്ല. ഇത് ഇങ്ങനെ നിൽക്കും. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഇനി അമിനോ ആസിഡ്സുകൾ എന്താ മക്കളെ? അമീൻ പാർട്ടും ഉണ്ട്, ആസിഡ് പാർട്ടും ഉണ്ട്. അപ്പൊ ഈ ആസിഡ് പാർട്ടിന്റെ പ്രത്യേകത എന്താ? H+നെ ഡൊണേറ്റും ചെയ്യും. അമീൻ പാർട്ടുകളുടെ പ്രത്യേകത എന്താണ്? H+നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ആസിഡ് ബേസ് കോൺസെപ്റ്റ് അയണിക് ഇക്വിലിബ്രിയത്തിനകത്ത് പഠിച്ചല്ലേ? ഓർമ്മയുണ്ടോ? അതിനകത്ത് അറീനിയസ് കോൺസെപ്റ്റും ലൗറി ആൻഡ് ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതിനകത്ത് അറീനിയസ് കോൺസെപ്റ്റിനകത്ത് അറീനിയസ് എന്താ പറഞ്ഞിരിക്കുന്നത്? H+ ഡോണേഴ്സ് എല്ലാം ആസിഡുകളാണ്, OH- ഡോണേഴ്സ് എല്ലാം ബേസുകളാണെന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് നമുക്ക് ദഹിക്കാതെ വന്നപ്പോഴത്തേക്കും, കാരണം എല്ലാ OH- ഡോണറുകളുമാണ് ബേസ് എന്ന് പറഞ്ഞു. അപ്പൊ അമോണിയ പോലെയുള്ള ആൾക്കാർ എവിടോട്ടാടാ OH- ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പം ലൗറിയും ബ്രോൺസ്റ്റഡും കൂടെ ചേർന്ന് പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെയും മറ്റവരുടെയും കൺസെപ്റ്റ് ആദ്യത്തെ സെയിം ആണ്. ആസിഡ്സ് ആർ ദ പ്രോട്ടോൺ ഡോണേഴ്സ്. H+ കൊടുക്കുന്നവരാണ് ആസിഡുകൾ എന്ന് പറയുന്നത്. ഇനി ബേസുകൾ എന്താണ്? H+ അക്സെപ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസസ് അല്ലെ? H+ അക്സെപ്റ്റ് ചെയ്യുന്നവരുടെ പേരാണ് ബേസുകൾ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കാമെങ്കിൽ അമിനോ ആസിഡ്സിനകത്ത് എന്തുണ്ട് മക്കളെ? അമീൻ പാർട്ടും ഉണ്ട്, ആസിഡ് പാർട്ടും ഉണ്ട്. ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസിൻ ഒന്ന് എഴുതാം. നിങ്ങളിവിടെ നോക്കിക്കോളൂ. CH2, then COH, then എന്ത് വന്നിട്ടുണ്ട്? NH2 അല്ലെ? സോ അമിനോ ആസിഡുകളുടെ പ്രത്യേകത നമുക്ക് ഒരു മിനിറ്റ് ഇങ്ങോട്ട് നീക്കി വരയ്ക്കാവേ. പോരെ? ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാം. അപ്പൊ അമിനോ ആസിഡുകൾ എന്താണ്? ഒരു അമിനോ ആസിഡുകളാണ്. ഈ ഭാഗം അസിഡിക്കും ഈ ഭാഗം എന്താണ്? ബേസിക്കുമാണ് അല്ലെ? സോ വൺ സൈഡ് അസിഡിക്കും ഈ ഭാഗം ബേസിക്കുമാണ്. ഈ ഭാഗം ബേസിക് പോർഷൻ ആണ്. ലോൺ പെയർ ഒക്കെ ഉണ്ടാവും. ഇത് അസിഡിക് ഭാഗമാണ് അല്ലെ? അപ്പം എന്താണ്? ഇതൊരു സോൾട്ട് പോലാണ് ബിഹേവ് ചെയ്യുന്ന അമിനോ ആസിഡുകൾ. ഇത് ബിഹേവ് ആസ് എ സോൾട്ട് ആണ്. എന്താ അതിന്റെ കാരണം എന്നറിയോടാ മക്കളെ? ഈ ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മീഡിയത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആസിഡ് H+നെ കൊടുക്കും. കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ? നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ഇതൊന്ന് റബ് ചെയ്തിട്ട് കളർ വെച്ച് വരയ്ക്കാവേ. ഈ ആസിഡ് അതിന്റെ ക്യാരക്ടർ കാണിക്കും. എന്താ? H+ ഡോണർ ആണ്. അപ്പൊ എന്താ വരുന്നത്? CH2 COO- ആൻഡ് ഈ NH2നകത്ത് ലോൺ പെയർ ഇല്ലേ അല്ലേ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഹൈഡ്രജന്റെ മുകളിലല്ല, Hന്റെ മുകളിൽ. സോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ആ ലോൺ പെയർ എന്ത് ചെയ്യുന്നുണ്ട്?
COH H പ്ലസ് COH വിട്ട H+ അക്സെപ്റ്റ് ചെയ്ത് NH3+ ആവും അല്ലെ, ഡൈപോളാർ അയോൺ. അപ്പൊ അമിനോ ആസിഡ്സ് എല്ലാം എന്താണ്, ഒരു സോൾട്ട് ആയിട്ടാണ് അമിനോ ആസിഡുകൾ ഇരിക്കുന്നത്. സോ അമിനോ ആസിഡ്സ് ആർ സോൾട്ട് ആണ്. അപ്പൊ അമീനും ഉണ്ട്, ആസിഡ് പാർട്ടും ഉണ്ട്. ഈക്വൽ നമ്പർ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാൻ പറ്റുന്നുണ്ട്, ന്യൂട്രൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ ദീസ് ആർ വാട്ടർ സോല്യൂബിൾ ഹൈ മെൽറ്റിംഗ് സോളിഡ്സ് ആൻഡ് ബിഹേവ് ലൈക്ക് എ സോൾട്ട് rather than a simple amines or a carboxylic acid. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഉണ്ടാവും, അമിനോ ആസിഡ്സ് ഒക്കെ കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡുകളാണ്. അമിനോ ആസിഡുകൾ എന്താണ്, വാട്ടർ സോല്യൂബിൾ ആണ് അല്ലെ. ഇതുപോലത്തെ സോൾട്ട് ആയതുകൊണ്ട് വാട്ടർ സോല്യൂബിൾ ആണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബിഹേവ് ലൈക്ക് എ സോൾട്ട് rather than simple amines or carboxylic acid കേട്ടോ. അപ്പം ഇൻഡിപെൻഡന്റ് ക്യാരക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാർബോക്സിലിക് ആസിഡ് H+ കഴിഞ്ഞിട്ട് കാർബോക്സിലേറ്റ് അയോണും പിന്നെ NH2H+ ആക്സെപ്റ്റ് ചെയ്ത് അമോണിയം അയോൺ ആയിട്ട് അതിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പം രണ്ട് സൈഡിലും ചാർജ് ഉള്ള അയോൺസ് ആണ്. ഒരു ഭാഗം അസിഡിക് ക്യാരക്ടർ കാണിക്കും, മറ്റേ ഭാഗം ബേസിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. രണ്ട് പോൾസ് ഉള്ള ഒരു മോളിക്യൂളാണ് ഇത്. ഇത്തരം ആളുകളെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺസ് അല്ലെങ്കിൽ ഡൈപോളാർ അയോൺസ് എന്നാ വിളിക്കുക കേട്ടോ. സ്വിറ്റർ അയോൺസ് അല്ലെങ്കിൽ ഡൈപോളാർ, രണ്ട് പോളില്ലേ, ഡൈപോളാർ അയോൺസ് കേട്ടോ. സ്വിറ്റർ അയോൺസ് അല്ലെങ്കിൽ ഡൈപോളാർ അയോൺസ് എന്നാ വിളിക്കുന്നത്. സോ ഇതുണ്ടോ, അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആസിഡിക് പാർട്ട് അവന്റെ ക്യാരക്ടർ കാണിക്കും, H+ കൊടുക്കും. ബേസിക് പാർട്ട് എന്താ ചെയ്യുന്നത്, H+ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഭാഗം എന്താണ് ആനയോണിക് പോർഷൻ ആയിട്ട്, മറ്റേ ഭാഗം കാറ്റയോണിക് പോർഷൻ ആയിട്ട് നിൽക്കുന്നത്. ഇതിന്റെ പേരാണ് സ്വിറ്റർ അയോൺ അല്ലെങ്കിൽ ഡൈപോളാർ അയോൺസ്. ഓർത്ത് വെച്ച് പഠിക്കണം. ഇവിടെ NCERTയുടെ പിക്ചർ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. സോ കാർബോക്സിൽ ഗ്രൂപ്പ് ക്യാൻ ലൂസ് എ പ്രോട്ടോൺ ആൻഡ് അമിനോ ഗ്രൂപ്പ് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ ഗിവിംഗ് റൈസ് ടു എ ഡൈപോളാർ അയോൺ നോൺ ആസ് സ്വിറ്റർ അയോൺ ഉണ്ടോ. ഇതാണ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടോ. NH3+ ആവും, COO- ആവുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്, ന്യൂട്രലിനകത്ത് ഈക്വൽ നമ്പർ ആയിരിക്കും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, മറ്റേതിനകത്ത് വ്യത്യാസമുണ്ട് കേട്ടോ. ന്യൂട്രൽ അമിനോ ആസിഡ് ഈക്വൽ നമ്പർ ഓഫ് എന്താണ് കാർബോക്സിലേറ്റ് പോർഷനും അമോണിയം പോർഷനും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റുള്ളതിനകത്ത് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മറ്റുള്ളതിനകത്ത് അതായത് അസിഡിക് അമിനോ ആസിഡ്സിനകത്തും ബേസിക് അമിനോ ആസിഡ്സിനകത്തും അവരവരുടെ ക്യാരക്ടർ ഇത്തിരി പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അമിനോ ആസിഡ്സിന് എന്തിനുള്ള ക്യാരക്ടർ ഉണ്ട്, ആംഫോട്ടറിക് ബിഹേവിയർ ആണ്. ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. അതാണ് ആംഫോട്ടറിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആസിഡായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ H+ന്റെ ഭാഗം NH3+ന്റെ ഭാഗത്തേക്ക് പോയാൽ മതി. ബേസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, സോറി എന്ന് വെച്ചാൽ ആസിഡ് ബേസ് റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. അതായത് H+ റിലീസ് ചെയ്യുന്നവർ ആസിഡും H+ അക്സെപ്റ്റ് ചെയ്യുന്നവർ ബേസുകളുമാണ് അല്ലെ. അപ്പൊ ആസിഡും ആസിഡിന്റെ കോഞ്ചുഗേറ്റ് ബേസും ബേസിന്റെ കോഞ്ചുഗേറ്റ് ആസിഡ് ഒരു മോളിക്യൂളിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കണ്ടോ. സോ ദിസ് ഇസ് ന്യൂട്രൽ ബട്ട് എന്താണ് ഇൻ ദ കേസ് ഓഫ് ബോത്ത് കണ്ടെയ്ൻസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ്. ഈക്വൽ നമ്പർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്വിറ്റർ അയോണിക് ഫോമിന്റെ പ്രത്യേകത എന്താണ്, അമിനോ ആസിഡ് ഷോ ആംഫോട്ടറിക് ബിഹേവിയർ, ദേ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് അല്ലേ. ഇപ്പൊ ഈക്വൽ നമ്പർ ആണെങ്കിൽ ക്യാൻസൽ ആയി പോവുക ചെയ്യുന്നത്, നെറ്റ് എഫക്ട് സോൾട്ട് ആയിട്ടിരിക്കുക ചെയ്യുന്നത് കേട്ടോ. സോ it can act as a switter ion, dipolar ion കേട്ടോ. രണ്ട് പോളുള്ളതിനെ പറയുന്ന dipolar ion or switter ion. സംഭവം ക്ലിയർ ആയോ, dipolar ion or switter ion. ഇനി അമിനോ ആസിഡ്സിനകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് കേട്ടോ. വെരി സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. അതിനകത്തെ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡും ഗ്ലൈസിൻ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കേ, ഗ്ലൈസിൻ അല്ലേ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, സോ വാട്ട് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അപ്പം ഏത് കോമ്പൗണ്ട് ആയിക്കോട്ടെ, വാട്ട് എവർ ബി ദ കോമ്പൗണ്ട്, അതിനകത്തൊരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ 4 വാലൻസിയും 4 ഡിഫറെന്റ് ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാർബൺ എന്ന് പറയുന്ന പേര് അസിമെട്രിക് കാർബൺ ആറ്റം അല്ലെ. ദ പ്രൈം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കോമ്പൗണ്ട് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 അസിമെട്രിക് കാർബൺ ആറ്റം. ഇവിടെ വല്ല അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ടോ മക്കളെ? ഇതിന്റെ പഠനം ഇങ്ങനെ വരയ്ക്കാം, 4 വാലൻസിയും 4 ഡിഫറെന്റ് ഗ്രൂപ്പുകൾ സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. ഇവിടെ ഇപ്പൊ 2 ഗ്രൂപ്പ് 2 ഡിഫറെന്റ് ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും സെയിം ആണ്. അതുകൊണ്ട് എന്താണ്, ദിസ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ആ സമയത്ത് നമുക്ക് എന്താണ് വലൈൻ അല്ലെ, ഗ്ലൈസിൻ അലാനിൻ നമുക്ക് എഴുതാം. അലാനിന്റെ പ്രത്യേകത ഇവിടെ CH മാറിയിട്ട് ഒരു CH3 വരിക ചെയ്യുന്നത്. അലാനിൻ എന്ത് വരുന്നുണ്ട്, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലേ, നോക്കിക്കേ. ഒപ്റ്റിക്കലി ആക്റ്റീവ്. എന്താണ്, കൈറാൽ കാർബൺ ആറ്റം വേണ്ടേ,
കൈറാൽ സെന്റർ ഓർ അസിമെട്രിക് സെന്റർ അല്ലെ. അതിനകത്തെ പ്രൈമറി കണ്ടീഷൻ ആണിത്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ എന്ത് വേണം? കോമ്പൗണ്ടിനകത്ത് അറ്റ്ലീസ്റ്റ് 1 കൈറാൽ സെന്റർ ഓർ കൈറാൽ കാർബൺ ആറ്റം വേണം. കൈറാൽ മീൻസ് ഒരു കാർബൺ ആറ്റത്തിന്റെ 4 വാലൻസി 4 ഡിഫറെന്റ് ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് കൈറാൽ എന്നുള്ളത് അല്ലെ. ഗ്ലൈസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ് കേട്ടോ. ഇതിനകത്തെ ഇത്രയും അമിനോ ആസിഡ്സിനകത്തെ ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ പറഞ്ഞിരിക്കുന്നത്. ഈ പിക്ചറാണ് ഗ്ലൈസിന്റെ പടം ഉണ്ടോ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് കാർബോക്സിലിക് ആസിഡും NH2 ഗ്രൂപ്പും ഉള്ളത് വെച്ചാൽ അവരൊരു ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. അപ്പൊ എന്ത് വരുന്നുണ്ട്? COH H+നെ കൊടുക്കും, NH2H+നെ വാങ്ങും, എന്നിട്ട് ഡൈപോളാർ അയോൺ ആയിട്ട് ഇരിക്കുക ചെയ്യുന്നത്. ആ സമയത്ത് ലാനിന വന്നിരിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു H മാറ്റിയിട്ട് അവിടെ CH3 നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെന്താണ്? ഞാൻ സ്റ്റാർ ഇട്ടിരിക്കുന്നുണ്ടോ കാർബൺ ആറ്റത്തിൽ? ആ കാർബൺ ആറ്റം എന്താണ്? അസിമെട്രിക് കാർബൺ ആറ്റം ആണ്, കൈറാൽ കാർബൺ ആറ്റം ആണ്. ഉണ്ടോ എന്ന് വെച്ചാൽ 4 വാലൻസി 4 ഡിഫറെന്റ് പേര് സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നോക്കാം? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് കിട്ടുന്നുണ്ടോ? ഇതിന്റെ ഫ്രണ്ടിലേക്ക് മിറർ വെച്ച് അപ്പൊ എന്ത് ചെയ്യും? COH അപ്പുറത്തും വരും, NH2 ഇപ്പുറത്തെ സൈഡിൽ വരും, ബാക്കിയൊക്കെ സെയിം തന്നെ. സോ യു വിൽ ഗെറ്റ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. പിന്നെ സിമെട്രി ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ അത് സിമെട്രിക് അല്ല, മോളിക്യൂൾ എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം ഏറ്റവും ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. നമ്മൾ ആദ്യം കണ്ട ഫസ്റ്റ് അമിനോ ആസിഡ് ഇല്ലേ, അത് ഗ്ലൈസിൻ ആണ് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. ഗ്ലൈസിൻ ഈസ് ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക. ഇതാണ് ഗ്ലൈസിൻ ഞാൻ ആദ്യം വരച്ചിരുന്നത്. രണ്ടാമത്തെ ലാനിന വരച്ചിരുന്നത്. അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. പിന്നെ നമ്മൾ പടം വരയ്ക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ അമിനോ ആസിഡുകളെല്ലാം എന്താണ്? എൽ അമിനോ ആസിഡ്സ് ആണ്. നമ്മളല്ലേ ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു? ഗ്ലൂക്കോസ് ഒക്കെ പഠിച്ചപ്പോൾ ആൽഫ ഡി, ക്യാപിറ്റൽ ഡി ഗ്ലൂക്കോസ് ഒക്കെ നമ്മൾ എഴുതില്ലേ? അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടുത്തെ കേസിൽ എന്താണ്? സെക്കൻഡ് ലാസ്റ്റ് കാർബൺ അല്ലെങ്കിൽ അവസാനത്തെ അസിമെട്രിക് കാർബൺ ആറ്റത്തിന്റെ OH-ന്റെയും H-ന്റെയും പൊസിഷൻ വെച്ചാ പറയുന്നത്. OH റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ D എന്നും ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ L എന്നും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്യുന്നത് അല്ലെ. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? D ഫോമിലും L ഫോമിലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്സ്, നമ്മുടെ ബോഡിയിലൊക്കെ വരാവുന്ന അമിനോ ആസിഡുകൾ ഏതൊക്കെയാണ്? L അമിനോ ആസിഡ് ആണ്. ദാറ്റ് മീൻസ് NH2 ഗ്രൂപ്പ് എവിടെ വരണം? ഓൺ ദ ലെഫ്റ്റ് സൈഡ് കേട്ടോ. NH2 ഗ്രൂപ്പ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കണം. ക്യാപിറ്റൽ L അമിനോ ആസിഡ് ആണ് നമ്മൾ എഴുതുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി പഠിച്ചു. ഞാൻ എഴുതിയതെല്ലാം L അമിനോ ആസിഡുകളാണ്. അപ്പൊ എന്താണ്? അമിനോ ആസിഡ് കാറ്റഗറി ഉണ്ട്, ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും ഉണ്ട്. അപ്പൊ L അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ D അല്ല, L ആണ്. L ഗ്രൂപ്പ് ആണ്. NH2 ഗ്രൂപ്പ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. സച്ച് അമിനോ ആസിഡ്സ് ആർ കോൾഡ് L അമിനോ ആസിഡ്സ്. ഇത്രയും പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, പ്രോട്ടീന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ചാലേ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോട്ടീൻ എന്താന്ന് പിടികിട്ടിയില്ലേ സംഭവം അല്ലെ? പ്രോട്ടീൻ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ പ്രോട്ടീൻ എന്താന്ന് പിടികിട്ടിയാൽ നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അമിനോ ആസിഡുകളുടെ കൂട്ടമായിട്ടിരിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? പ്രോട്ടീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ അമിനോ ആസിഡിനെയും പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അമിനോ ആസിഡ് എന്താണ്? ഡിയും ഉണ്ട്, എല്ലും ഉണ്ട്. അപ്പൊ എല്ലാ അമിനോ ആസിഡ്സ് ആണ് നാച്ചുറലി ഒക്കറിങ്ങിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, പിന്നെ ഗ്ലൈസിൻ ആണ് അതിനകത്തെ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഒപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഗ്ലൈസിൻ ആണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡുകളാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? അമിനോ ആസിഡ്സിന്റെ പ്രോട്ടീന്റെ സ്ട്രക്ചർ ഉണ്ട് നമുക്ക് കേട്ടോ മക്കളെ. ആൽഫയാണ് തന്നിരിക്കുന്നത്. ആൽഫ അമിനോ ആസിഡ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് മക്കളെ. പരസ്പരം അമിനോ ആസിഡുകൾ ലിങ്ക് ചെയ്ത് പോയാലേ എന്തുണ്ടാവുള്ളൂ? പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാവുള്ളൂ. അതിലൊരു പ്രത്യേകതരം ബോണ്ടുകളാണ് പെപ്റ്റൈഡ് ബോണ്ട് അല്ലെങ്കിൽ അമൈഡ് ബോണ്ട് എന്നാ പറയുന്നത്. എന്താ പറയാ, മറ്റേ കാർബോഹൈഡ്രേറ്റ് അത് നിങ്ങൾ കണ്ട എന്താ? ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നല്ലേ കണ്ടത് അല്ലെ? ഇവിടെ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ല, ഇവിടെ പെപ്റ്റൈഡ് ബോണ്ടുകളാണ്. ഓക്കെ, പെപ്റ്റൈഡ് ബോണ്ടുകൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന്. ഒരു നോക്കൂ, ഞാൻ ഏറ്റവും സിംപിളസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസിൻ എഴുതി. ഒരു സിമ്പിൾ അമിനോ ആസിഡ് നമുക്ക് എഴുതാം. ഇനി ഇത് വേറൊരു ഗ്ലൈസിനുമായിട്ട് ചേരുക എന്ന് വിചാരിച്ചു.
പെപ്റ്റൈഡ് ബോണ്ട് നമുക്ക് എഴുതാം. ഞാൻ മുകളിൽ തന്നിരിക്കുന്ന ഗ്ലൈസിൻ അമിനോ ആസിഡിനെ വേറൊരു ഗ്ലൈസിൻ മോളിക്യൂളുമായിട്ട് ജോയിൻ ചെയ്തു. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വി ഗോട്ട് എ പെപ്റ്റൈഡ് ബോണ്ട് ഓർ an amide bond. അല്ലേ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നടുവിലിടുക എന്നുള്ള ലിങ്കേജ് ആണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പ്രോട്ടീൻ മോളിക്യൂളിന്റെ ഇടയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? പെപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ വൺ അമിനോ ആസിഡ് ജോയിൻ വിത്ത് അതർ ഓർ സെയിം അമിനോ ആസിഡ് ത്രൂ എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട് അല്ലേ? സോ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ടു മോളിക്യൂൾസ് ഓഫ് സിമിലർ or different amino acids proceeds through the combination of the amino group of one molecule with the carboxyl group of the other. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടുകളാണ്. ഇപ്പൊ അമിനോ ആസിഡിന്റെ OH ഗ്രൂപ്പും എന്താണ് ഈ അനദർ അമിനോ ആസിഡ്സിന്റെ NH ഭാഗവും കൂടിയാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. So proceeds through the combination of amino group of one molecule with the carboxyl group and other with the NH2 group. അപ്പൊ അങ്ങനെ ഒരെണ്ണത്തിന്റെ COH മറ്റേതിന്റെ NH2 കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ഒന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ കിട്ടുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട് അല്ലെങ്കിൽ അമൈഡ് ബോണ്ട്. ഇത് നമ്മൾ പറയുന്ന ഡൈപെപ്റ്റൈഡ്, ട്രൈപെപ്റ്റൈഡ്, ടെട്രാപെപ്റ്റൈഡ്, പെന്റാപെപ്റ്റൈഡ് ലൈക്ക് ദാറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് പോളിപെപ്റ്റൈഡ് അല്ലെ? ഇഷ്ടംപോലെ ആളുകളുടെ കോമ്പിനേഷൻ നടന്നാലേ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ്? ഒരു രണ്ട് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർന്നിട്ട് ഒരു അമൈഡ് ലിങ്കേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഡൈപെപ്റ്റൈഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ട് ഒരു ലിങ്കേജ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡൈപെപ്റ്റൈഡ് എന്ന് പറയും. അതിനകത്തോട്ട് മൂന്നാമത്തേത് ആളെ ആഡ് ചെയ്യുമ്പോൾ ട്രൈപെപ്റ്റൈഡ് എന്ന് പറയും. നാലാമത്തെ ആളെ ആഡ് ചെയ്യും ടെട്രാപെപ്റ്റൈഡ്, പെന്റാപെപ്റ്റൈഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? യു വിൽ ഗെറ്റ് പോളിപെപ്റ്റൈഡ്സ് ആണ് കിട്ടുന്നത്. സോ ഇറ്റ്സ് എ പോളിമർ ഓഫ് മോർ ദാൻ 100 ഓഫ് അമിനോ ആസിഡ്സ് ആണ് കേട്ടോ. അപ്പൊ മോളിക്കുലർ മാസ് ഹയർ ദാൻ 10,000 U ആയി കഴിഞ്ഞാലേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? ദേ ആർ കോൾഡ് പ്രോട്ടീൻസ്. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സ്വിറ്റർ അയോൺ അല്ലെങ്കിൽ ഡൈപോളാർ അയോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നത്? പെപ്റ്റൈഡ് ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കാർബോക്സിലിക് ആസിഡ് ഭാഗത്തിനകത്തുനിന്ന് COH ഗ്രൂപ്പും NH2 ഭാഗത്തും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു എച്ചും കൂടെ അതായത് കാർബോക്സിലിക് ആസിഡിനകത്തെ മുമ്പത്തെ ഞാൻ കാണിച്ചിട്ടില്ലേ? കാർബോക്സിലിക് ആസിഡിനകത്ത് OH-ഉം NH2 ഗ്രൂപ്പിനകത്ത് എച്ചും കൂടെ ചേർന്നിട്ട് ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് C ഡബിൾ ബോണ്ടോ NH എന്ന് പറഞ്ഞ ഒരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു അമിനോ ആസിഡ്. അപ്പൊ രണ്ട് അമിനോ ആസിഡ്സിനകത്തു നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? ഒരു CONH ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപെപ്റ്റൈഡ്. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഡൈപെപ്റ്റൈഡ് എന്നല്ലേ? when the number of such amino acids more than 10 then the product are called polypeptide. അപ്പൊ ഡൈപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടി ചേർന്നിട്ടാണ് ഡൈ വന്നത്. അതിനകത്തോട്ട് മൂന്നാമത്തെ ആഡ് ചെയ്യുമ്പോൾ ട്രൈ ആകും, നാലാമത്തെ ആഡ് ചെയ്യുമ്പോൾ ടെട്ര ആകും, പെന്റ. അപ്പൊ എണ്ണം കൂടി പോയാൽ നമുക്ക് വിളിക്കാം പോളിപെപ്റ്റൈഡ് എന്ന് വിളിക്കാൻ പറ്റും അല്ലെ? more than 100 amino acids ആണ് having the molecular mass higher than 10,000 U are called പോളിപെപ്റ്റൈഡ്. സംഭവം ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? സ്ട്രക്ചറിനകത്ത് ഡൈപെപ്റ്റൈഡ് നിങ്ങൾക്ക് ബയോക്കാർക്ക് ഇത് എളുപ്പം. ഡൈപെപ്റ്റൈഡ്, രണ്ടെണ്ണം ചേർന്നിട്ടുണ്ടാകുന്ന ഡൈപെപ്റ്റൈഡ്. അതിനകത്തെ മൂന്നാമത്തെ ഇടുമ്പോൾ ട്രൈപെപ്റ്റൈഡ്, നാലാമത്തെ ഇടുമ്പോൾ ടെട്രാപെപ്റ്റൈഡ്, അഞ്ചാമത്തെ ഇടുമ്പോൾ പെറ്റാപെപ്റ്റൈഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പോവുക ചെയ്യുന്നിട്ട് 1000 മേളിൽ U മാസ് ഉള്ളവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നുണ്ട്? ദേ ആർ 10,000 U. 1000 10,000 യുവിന് മുകളിലുള്ളവരെ നമ്മൾ എന്ത് വിളിക്കുക? ദേ ആർ പോളിപെപ്റ്റൈഡ്സ്. ദീസ് ആർ ദ പോളിമേഴ്സ്. ഇങ്ങനെയുള്ളവരാണ് പ്രോട്ടീൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾ ഇത്രയും ഒന്ന് വായിച്ചു വരണം കേട്ടോ. താങ്ക് യു ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.